ഇനി നമ്മൾ എന്തുകൊണ്ട് നബിദിനം ആഘോഷിക്കുന്നു? ഒന്ന്, വിശുദ്ധ ഖുർആൻ നമ്മളോട് കൽപ്പിച്ചു. വിശുദ്ധ ഖുർആൻ എന്താണ് നമ്മളോട് കൽപ്പിച്ചത്? സൂറത്ത് യൂനുസിന്റെ 58-ാമത്തെ വചനം, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽഫറഹു. ഖുൽ ബിഫദ്ലില്ലാഹി, അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ട്, വബിറഹ്മതിഹി, വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഫബിദാലിക ഫൽഫറഹു, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ സന്തോഷ പ്രകടനം നടത്തണമെന്ന് വിശുദ്ധ ഖുർആൻ. ആരാണ് അല്ലാഹുവിന്റെ അനുഗ്രഹം? ആരാണ് റഹ്മത്ത്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിന് അനുഗ്രഹം ആരാണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ ആരാണ് റഹ്മത്ത്? നബിതങ്ങളാണ് റഹ്മത്ത് എന്ന് ഖുർആൻ സൂറത്തുൽ അംബിയായിൽ പറയുന്നു. സൂറത്ത് യൂനുസിൽ അല്ലാഹു തആല പറയുന്നത് ആ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷ പ്രകടനം നടത്തണമെന്നാണ്. അവർ റസൂലുള്ളാഹി തങ്ങളാകുന്ന റഹ്മത്ത് കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു. അപ്പൊ മുജാഹിദുകളെല്ലാം കൂടി ഗവേഷണം ചെയ്ത് എന്തായിരിക്കും ഇപ്പോ ഈ ആയത്ത്? അവസാനം മുജാഹിദ് ബാരിശ്ശേരി കണ്ടെത്തിയത് റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാണ്, പക്ഷേ ആ പറഞ്ഞ റഹ്മത്ത് നബിതങ്ങളല്ല എന്നാണ് ഇപ്പം കണ്ടെത്തിയിരിക്കുന്നത്. കേട്ടോ, അത് അയാൾ തന്നെ പറയുന്നു, നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകർക്കാകമാനം റഹ്മത്താണ് ഈ റസൂല്. അവിടെ റഹ്മത്ത് എന്ന് റസൂലിനെ പറ്റിയാ പറഞ്ഞു. എന്നാ വേറൊരു സ്ഥലത്ത് റഹ്മത്ത് എന്ന് പറഞ്ഞ റസൂലിനെ പറ്റിയല്ല. അത് സുന്നി പണ്ഡിതന്മാർ തെറ്റിച്ച് പറഞ്ഞതാണ്. ഞാൻ ആ ഭാഗം ഇതിൽ വിശദീകരിക്കും പറയും. എല്ലാ സ്ഥലത്തും റഹ്മത്ത്, ഒരു സ്ഥലത്ത് മഴ റഹ്മത്താണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ റഹ്മത്ത് നബീനെ ഉദ്ദേശിച്ചെന്ന് ആരെങ്കിലും പറയും? വിവരമുള്ളവർ പറയില്ല. പിന്നെ വിവരം കുറവുള്ള ഒരു സമൂഹത്തിനെ നയിക്കുന്നവർ ചിലപ്പോൾ പറഞ്ഞെന്ന് വരാം, പക്ഷെ വിവരമുള്ളവർ പറയില്ല. മഴ റഹ്മത്താണ്, കാറ്റ് റഹ്മത്താണ് എന്ന് പറഞ്ഞാൽ ആ റഹ്മത്തിന് അത് നബീനെ പറ്റിയാണ്. അപ്പൊ നബിയാകുന്ന കാറ്റിന, മഴയാകുന്ന നബീന. കൂട്ടരെ, ഖുർആനെ പറ്റി ഒരു സ്ഥലത്ത് പറഞ്ഞിട്ട് തൊട്ടതായ അതിനെപ്പറ്റി വീണ്ടും ഒരു സ്ഥലത്ത് ഖുർആനെ പറ്റി റഹ്മത്ത് അറിയാം, തൊട്ടതായ അതിനെപ്പറ്റി വീണ്ടും വിദ്യക്കും റഹ്മത്ത് എന്ന് പറഞ്ഞാല് ലെക്കോട്ടൊട്ടിക്കാൻ 2 മണി വട്ടുണ്ടല്ലോ തലച്ചോറ്, അത് തലയിലുള്ള ഒരറബിയും പഠിക്കണ്ടാന്ന്. എന്തിനാ അറബി പഠിക്കണേ? തൊട്ട് മുകളിൽ ഒരാളെ പറ്റി പറഞ്ഞ അയാള് നല്ല സ്വഭാവമുള്ള ആളായിരുന്നു, ആ അയാൾ എന്ന് പറഞ്ഞാൽ അതാരാ? കോരന അല്ല, പിന്നെ ആ പറഞ്ഞ ആളാണ് അയാള് അല്ലേ? അത് മനസ്സിലാക്കാൻ വലിയ കിതാബൊന്നും 25 കൊല്ലം ചൊറിഞ്ഞുത്തിട്ട് ഓതൊന്നും വേണ്ടാന്ന്, അതിന്റെ ആവശ്യമില്ല. കോമൺ സെൻസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്, അത് ഉണ്ടായാൽ മതി. അത് ഉണ്ടായാൽ സംഗതി വളരെ എളുപ്പവുകയായി. അതില്ലാതെ പോയത് ഒന്നാമത്തെ മുഫസ്സിർ ആരാന്നറിയോ? ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ചെറിയ കുട്ടിയായപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ തലയിൽ കൈവച്ചുകൊണ്ട്, അല്ലാഹുവേ എന്റെ കുട്ടിക്ക് ഖുർആൻ മനഃപ്പാഠമാക്കി ഖുർആനിന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് ദുആ ചെയ്തു കൊടുത്തു. ആർക്ക് വേണ്ടി? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് വേണ്ടി. ഈ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ റഹ്മത്ത് കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കണം എന്ന ആയത്ത് വിവരിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണെന്നറിയോ? ഈ ആയത്തിൽ പറഞ്ഞ റഹ്മത്ത് വ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ്. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ റസൂലിന് കോമൺ സെൻസ് ഇല്ലാത്ത അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് ഇതില്ല എന്നാണോ ഇവർ പറയുന്നത്? അപ്പൊ അതൊക്കെ തെറ്റാണ്. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. അബൂ ഹയ്യാൻ തന്റെ തഫ്സീർ ബഹ്റുൽ മുഹീത്തിലും, അതുപോലെ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അദ്ദുറുൽ മൻസൂറിലും, അതുപോലെ അല്ലാമ ആലൂസി തന്റെ റൂഹുൽ മആനിയിലുമൊക്കെ അത് നബിതങ്ങളാണെന്നും നബിതങ്ങളെ കൊണ്ട് സന്തോഷിക്കണമെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്.